ഇന്ന് നമ്മൾ ഉള്ളിച്ചോറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ അത് ഉള്ളിച്ചോറ് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തത്. പക്ഷേ ഒരു കറിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അതിന് വേണ്ടി കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് 10-15 ഒരു അരക്കുടം വെളുത്തുള്ളിയും അത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ജസ്റ്റ് അല്പം അച്ചാറോ പപ്പടമോ മാത്രം മതി നമ്മുടെ ഉള്ളിച്ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വയ്ക്കാം. എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നെയ്യിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പെരിഞ്ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട് 2-3 ഒരു ചെറിയ പീസ് കറുകപ്പട്ട അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗ്രാമ്പൂവും 2-3 ചേർത്ത് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല, വളരെ ടേസ്റ്റിയാണ്. നെയ്യിൽ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് വളരെ എന്താ പറയുക, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൈസും കിട്ടും കേട്ടോ. അപ്പോൾ വറുത്തരച്ച് ചിക്കൻ കറി ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. അത് തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ബസ്മതി റൈസ് ഞാൻ കുക്ക് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്, തണുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരല്പം വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ എന്നാലാണ് മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ചു വരുള്ളൂ. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് കുഞ്ഞുള്ളിയും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. സവാളയും കൊണ്ടും ചെയ്തെടുക്കാം, പക്ഷേ കുഞ്ഞുള്ളിയും കൊണ്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പയ്യെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ട് നമുക്ക് അല്പം മസാലകൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ വത്തിക്കാൻ സിറ്റി വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോയും ചേർത്തിട്ടുണ്ട്. അത് അതിമനോഹരമാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും മ്യൂസിയത്തിലൊക്കെ പോയതിൻ്റെ വീഡിയോകളാണ്. അപ്പോൾ അതും കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിച്ചോറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പിങ്ക് സോൾട്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. ഇനി ഇതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറായപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ. മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ പൊടികളൊന്ന് പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് അതിന് പകരം ജീരകശാല റൈസ് ചേർത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. റൈസ് കുക്ക് ചെയ്തതിൻ്റെ താമസമുള്ളൂ. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. നമുക്ക് കുറച്ച് കറി ലീവ്സ് നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആ നെയ്യിൽ നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മുടെ കറി ലീവ്സും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ റെഡിയാക്കി എടുക്കുന്നതാണ് റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ നെയ്യിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് മസാല റെഡിയായി. നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റും കൂടെ മതി കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ലോ ഹീറ്റിലിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒത്തിരി ഡ്രൈ ആയിട്ട് റൈസ് ഇരിക്കണമെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. എന്നാലാണ് നമ്മുടെ എല്ലാ ഫ്ലേവറും യോജിച്ച് വരുള്ളൂ. നമ്മൾ അല്പം നാരങ്ങനീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഫ്ലേവർ ഇച്ചിരി ഇൻറ്റൻസിഫൈ ചെയ്ത് വരും കേട്ടോ. അന്നേരം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഇത്രയും മതി. റൈസ് മുഴുവൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 10 മിനിറ്റ് നമ്മുടെ ഉള്ളി ചോറ് റെഡിയായി. അപ്പോൾ ഒരു അച്ചാറും പപ്പടവും മാത്രം മതി കേട്ടോ നമുക്കിതിന്. അപ്പോൾ കറി ഇരുന്നുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ചിക്കൻ കൂട്ടി കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുമ്പ് നാരങ്ങനീര് ഞാൻ പറഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ. ഇത്രയും റൈസിന് അത് മതി കേട്ടോ.
ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉള്ളിച്ചോറ് റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വത്തിക്കാൻ സിറ്റി വിസിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണണം. അതിരാവിലെ ഞങ്ങൾ പോയിട്ടോ, എങ്കിലാണ് അവിടെ ഒത്തിരി ക്യൂ നിന്നിട്ടാണ് മ്യൂസിയത്തിൽ കയറുന്നത്. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട് കേട്ടോ മ്യൂസിയത്തിൽ. അതിമനോഹരമായിരുന്നു. അപ്പോൾ തീർച്ചയായും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ അത്. അപ്പോൾ നോക്കൂ, ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് റെഡിയായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറൊക്കെ കഴിച്ചു. ഇനി നമുക്ക് വത്തിക്കാൻ സിറ്റി കണ്ടിട്ട് വരാം. അപ്പോൾ ഇറ്റലിയിലെ റോമ നഗരത്തിലെ നടുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്മോളസ്റ്റ് കൺട്രിയാണ് വത്തിക്കാൻ സിറ്റി. അപ്പോൾ അതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിയമാണ്, പിന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ യാത്ര വെച്ച് ബ്യൂട്ടിഫുള്ളാണ് ബിൽഡിങ്സുകൾ തന്നെ കാണാൻ. അതിൻ്റെ കളറുകൾ ലൈറ്റ് പിങ്ക്, പലതരത്തിലുള്ള കളറുകളിലുണ്ട് കേട്ടോ ബിൽഡിങ്ങുകൾ. ലൈറ്റ് ഗ്രീനും ഒരു ഓഫ് വൈറ്റ് കളറുള്ള, അതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ കളറായിട്ട് തോന്നിയത്. ആ കോമ്പിനേഷൻ മനോഹരമായ ബിൽഡിങ്ങുകൾ. അപ്പോൾ ആദ്യം ഞങ്ങൾ മ്യൂസിയത്തിലാണ് പോയത്. പക്ഷേ ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി. പിക്ചറുകളിൽ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകൾ നേരിട്ട് കാണുന്നു. അതിമനോഹരം, ബ്ലസ്ഡ് മൊമെൻ്റായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഒത്തിരി ക്യൂ നിൽക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബസിലിക്കയുടെ ഞങ്ങൾ അകത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം മ്യൂസിയം കണ്ടിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. മ്യൂസിയം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ടീ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചർച്ചുകളൊക്കെ വിസിറ്റ് ചെയ്ത് ഒരു നാടൻ ഊണൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തിയത്. അപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് GNV Vlogs.
And you see the beautiful facade there. Parte di specchi di Francia, ma then no, non so.那幅是另外一个。它这边看的是另外一个。
ആ